സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളോട് പറയാറുണ്ട് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കണം, ടെക്നിക്കൽ അനാലിസിസ് നോക്കണം, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്ത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നോക്കേണ്ടത്, ഏത് സ്ക്രീനറാണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള പല ഡൗട്ട്സും നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഡൗട്ടൊക്കെ മാറ്റാനായിട്ട് ഏതൊക്കെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്, എന്ത് ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്, ഭാവിയിൽ നല്ല റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, മേ ബി ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മെത്തേഡിൻ്റെ പേരാണ് ക്യാൻ സ്ലിം ടെക്നിക്. ഓക്കെ, ഈ ഒരു ക്യാൻ സ്ലിം CANSLIM എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് വളരെ പ്രശസ്തനായിട്ടുള്ള വില്യം ഒനൈലിൻ്റെ ഒരു മെത്തേഡാണ്. പാസ്റ്റിൽ വളരെ നല്ല രീതിയിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനിയുമുള്ള കാലഘട്ടത്തിലും ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നല്ല സ്റ്റോക്സ് സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിന് വലിയൊരു പാസ്റ്റ് ഉണ്ട് ഈ ഒരു മെത്തേഡ് ഉരുത്തിരിഞ്ഞ് വന്നതിൽ. അപ്പോൾ ആ ഒരു പാസ്റ്റ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു പാസ്റ്റിനെ കുറിച്ചും ഹിസ്റ്ററിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ട്രേഡ് ടോക്സിൽ ഇതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാനും സുനിലും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. നമുക്കിവിടെ എന്താണ് ക്യാൻ സ്ലിം മെത്തേഡ്, ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോക്സ് കണ്ടുപിടിക്കാം, എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്യാൻ സ്ലിം, യെസ്, ഈ ഒരു വേർഡിൻ്റെ ഓരോ ലെറ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ലെറ്റർ എന്താണ്? സി സ്റ്റാൻഡ്സ് ഫോർ കറന്റ് ഏണിങ്സ് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് എന്ന് പറയുന്നതിൽ ഒരു 25% ഇൻക്രീസ് ഉണ്ടായിരിക്കണം. എന്തിൻ്റെ ഇൻക്രീസ്? അതായത് ഏണിങ്സ് പെർ ഷെയർ 25% EPS ഏണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു സിയിൽ അത് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർമണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് നമുക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഇതിൽ കാണുവാൻ സാധിക്കും. അതായത് 3 മന്ത്സിലുള്ള റിസൾട്ടുകളിൽ അതിൻ്റെ ഏണിംഗ് പെർ ഷെയറിൽ 25% ഗ്രോത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് സി എന്ന് പറയുന്ന ഒരു കറന്റ് ഏണിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? എ എന്ന് പറയുന്നത് ആനുവൽ ഏണിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആനുവൽ ഏണിങ്സ് എന്ന് പറയുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അല്ല, നേരെ മറിച്ച് ആനുവലി ഇയർ ഓൺ ഇയർ EPSൽ ഏണിംഗ് പെർ ഷെയറിൽ ഒരു 25% ഇൻക്രിമെൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് എ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ കൂടി ഉൾപ്പെടുത്താം. ശരിക്കും കോർമണ്ടൽ എന്ന് പറയുന്ന സ്റ്റോക്കിലും ഈ ഒരു ഇൻക്രീസ് കാണുവാൻ സാധിക്കും. പക്ഷെ 25% ഇല്ല, 24% അടുത്തേ ഉള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആനുവൽ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഏണിങ്സ് പെർ ഷെയറിൽ 25% ഇൻക്രിമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത ലെറ്റർ ആണ് എൻ എന്ന് പറയുന്നത്. എന്താണ് എൻ ഡിനോട്ട് ചെയ്യുന്നത്? എൻ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. അതായത് ന്യൂ പ്രൊഡക്റ്റ് ആവാം, ന്യൂ സർവീസുകളാകാം, ന്യൂ മാനേജ്മെൻ്റ് ആവാം. എന്തിന്? നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ ഒരു ന്യൂ ഹൈ ആവാം. അതായത് ഇതുവരെ വരാത്തൊരു പ്രൈസിൽ മാർക്കറ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ടാകും. എന്ത് കാര്യം ന്യൂ വന്നാലും നമുക്ക് ഈ ഒരു എൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി, ആപ്പിൾ കമ്പനിയുടെ പ്രത്യേകത എന്താ? അവർ എല്ലാ മാസവും ന്യൂ പ്രൊഡക്റ്റ് ഇറക്കും. എന്താണ്? അവരുടെ ന്യൂ ഫോൺ അവർ ഇറക്കാറുണ്ട്. ലൈക്ക് 14 Pro അല്ലേ, 15, 16 അങ്ങനെ ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുന്നത് കൊണ്ട് തന്നെ അവർ അത് മാർക്കറ്റ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ഹൈസ് ഉണ്ടാക്കാൻ വേണ്ടി വരെ അവർ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റിലയൻസിന് ഒരു ഗ്രാജുവലായിട്ടൊരു ഗ്രോത്താണ്. അതിനൊരൊറ്റ ഗ്രോത്തിലേക്ക് നയിച്ചത് ജിയോ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. അതായത് അവരെല്ലാവർക്കും ഫ്രീ ആയിട്ട് ആദ്യം ജിയോ പ്രൊവൈഡ് ചെയ്തു, പിന്നീട് അത് അവർ പെയ്ഡാക്കി. സോ ആ ഒരു ജിയോയുടെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ റിലയൻസ് സ്റ്റോക്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ന്യൂ. ഇപ്പോൾ കാറുകളാണെങ്കിൽ പുതിയ കാറുകൾ ഇറക്കുന്ന കമ്പനി ലൈക്ക് മാരുതി അല്ലെങ്കിൽ ടാറ്റ അങ്ങനെയുള്ള എല്ലാ
ന്യൂ പ്രൊഡക്ട്സിനോ അല്ലെങ്കിൽ ന്യൂ സർവീസുകൾക്കോ അല്ലെങ്കിൽ ന്യൂ മാനേജ്മെൻറ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള കമ്പനീസ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് എൻ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ലെറ്ററാണ് എസ്. എന്താണ് എസ് ഡിനോട്ട് ചെയ്യുന്നത്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നമുക്കറിയാം സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് നോക്കണം? ടെക്നിക്കൽ അനാലിസിസ്, നമ്മുടെ ചാർട്ട് അനാലിസിസ് ചെയ്യണം. ഈ ചാർട്ട് അനാലിസിസുകളിലുള്ള പാറ്റേൺസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ് എന്ത്? കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസോ അല്ലെങ്കിൽ റൗണ്ട് ബോട്ടം പാറ്റേൺസോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം പാറ്റേൺസോ ഇങ്ങനെയുള്ള പാറ്റേൺസ് പ്രീവിയസ് ചാർട്ടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെയുള്ള ബ്രേക്ക് ഔട്ട്സ് ഈ സ്റ്റോക്കിൽ ഇതിന് മുന്നേ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഞാനിവിടെ സൈഡിലായി ചാർട്ട് കാണിക്കാം എങ്ങനെയാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഈ ചാർട്ടിൽ പ്രീവിയസ്ലി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസും ഈ ഒരു എസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. ഇത് നോക്കണമെങ്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കൂടി ഇതിനകത്ത് പരിഗണിക്കുക. അപ്പോൾ ഇതിൽ ഫണ്ട് മാത്രമല്ല ടെക്നിക്കൽ അനാലിസിസും കൂടി ഈ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്. അടുത്ത ലെറ്ററാണ് എൽ. എൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ ലീഡർ ഓർ ലെഗാർഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സെക്ടർ എടുക്കുകയാണെങ്കിൽ ആ കമ്പനി ആ ഒരു സെക്ടറിലെ ലീഡർ ആയിരിക്കണം. ലൈക്ക് നമ്മളൊരു പെയിൻറ്റിൻ്റെ സെക്ടറാണ് എടുക്കുന്നതെങ്കിൽ പെയിൻസിൽ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് അല്ലെങ്കിൽ ബർഗർ പെയിൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു സെക്ടറിലെ ലീഡറായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി ആയിരിക്കണം അതെന്നുള്ളതാണ് എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നോട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഐ. എന്താണ് ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ് എന്നാണ്. അതായത് പലരും പറയാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണോ എന്ന് നോക്കണമെന്നുള്ളത്. പക്ഷേ ഇവിടെ ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ വെയിറ്റേജ് അല്ല നോക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമ്പറാണ്. അതായത് എത്ര നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ വരുന്ന വർഷം മേ ബി ഒരു 105 അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തന്നെ ആവണമെന്നില്ല. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അല്ലെങ്കിൽ വലിയ ബിഗ് പ്ലെയേഴ്സ് ആയാലും അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഐ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പരിഗണിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എം. എം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, മാർക്കറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഡയറക്ഷൻ അറിയാമെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ മാർക്കറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ മാർക്കറ്റിനും ഓരോ സ്റ്റേജസ് ഉണ്ട്. ലൈക്ക് ബുള്ളിഷ് മാർക്കറ്റ്, ബെയറിഷ് മാർക്കറ്റ്, സൈഡ് വൈസ് മാർക്കറ്റ്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു ബുള്ളിഷ് മാർക്കറ്റാണോ, ഒരു ഓവറോൾ ബുള്ളിഷ് മാർക്കറ്റാണോ ബെയറിഷ് മാർക്കറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൽ വൈക്കോഫ് തിയറി ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസും അക്യൂമുലേഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് ഈ ഒരു മാർക്കറ്റ് ഡയറക്ഷനും കൂടി നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങളും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മൾട്ടി ബാഗറായിട്ട് ഒരുപാട് സ്റ്റോക്സ് പെർഫോം ചെയ്യുവാനും ഈ ഒരു മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ക്യാൻ സ്ലിം എന്ന് പറയുന്ന മെത്തേഡാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, HDFC ബാങ്ക്, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി, കൊടക് മഹീന്ദ്ര ബാങ്ക്, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കുകളാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ കാണും അല്ലെങ്കിൽ എവിടെ നമുക്കിത് അറിയാൻ പറ്റും? നമുക്ക് തീർച്ചയായിട്ടും സ്ക്രീനറുകളിൽ, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ സ്ക്രീനറുകളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് എഡ്ജ് പോലുള്ള ആപ്ലിക്കേഷൻസിലോ അല്ലെങ്കിൽ ലൈക്ക് ChatGPTയുടെ അടുത്ത് ചോദിച്ചാൽ അവർ നമുക്ക് ഇതിനുള്ള ആൻസേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നല്ല സ്റ്റോക്കുകൾ സോർട്ട് ചെയ്ത് ഞാനിനി വിട്ടുപോയിട്ടുള്ളതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്ത സ്റ്റോക്കുകളുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. നല്ല സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ല എൻട്രീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെൽത്ത് ജനറേറ്റ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.